അടുത്തതായിട്ട് കീ ഈവൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. കീ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കീബോർഡിൽ എന്തെങ്കിലും കീസ് പ്രസ് ചെയ്യുകയാണെങ്കിലോ ടൈപ്പ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാണ് കീസ് റിലീസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഒരു കീ ഈവൻറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കീസ് പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കീ ടൈപ്ഡ് ഈവൻറ്റ് ജനറേറ്റ് ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓൾട്ട് കീ ഒക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ ക്യാരക്ടറൊന്നും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു മോഡിഫയർ കീ ആണ്. അപ്പോൾ അന്നേരം കീ ടൈപ്ഡ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഈവൻറ്റ് ജനറേറ്റ് ആവത്തില്ല. പിന്നെ അതുപോലെ ജാവയിൽ ഓരോ കീസ് നമ്മൾ ടൈപ്പ് ചെയ്തത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം വെർച്വൽ കീ കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റീജർ ടൈപ്പാണ് ഈ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വരുന്നത്. ഈ ഇവൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് കീ ടൈപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ജനറേറ്റ് ആവുന്ന ഒരു ഈവൻ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് കീ പ്രസ്ഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. ഈ ഒരു ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് പിടിച്ചേക്കുകയാണെങ്കിൽ ഈ ഒരു ഈവൻറ്റ് ജനറേറ്റ് ആവും. അതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചാൽ കീ റിലീസ് ചെയ്യുകയാണെങ്കിൽ കീ റിലീസ്ഡ് എന്നും പറഞ്ഞിട്ടുള്ള ഈവൻറ്റ് ജനറേറ്റ് ആവും. അത് കഴിഞ്ഞ് വരുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ആണ്. അതായത് VK_0 to VK_9 വരെയുള്ള ഒരു റേഞ്ചിൽ കുറച്ച് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കീബോർഡിൽ 0 to 9 ഏതെങ്കിലും വാല്യൂസ് നമ്പേഴ്സ് ആണ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റൻ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കീബോർഡിൽ A to Z വരെയുള്ള എന്തെങ്കിലും കീസ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VK_A to VK_Z എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്റ്റന്റ് റേഞ്ച് ആയിരിക്കും യൂസ് ചെയ്യുക. അടുത്തതായിട്ട് കീ ഈവൻറ്റിൽ വരുന്ന കുറച്ച് കൺസ്ട്രക്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആകെപ്പാടെ 2 ടൈപ്പ് കൺസ്ട്രക്റ്റേഴ്സ് ആണ് വരുന്നത്. ഓരോ കൺസ്ട്രക്റ്റേഴ്സിനും പല പാരാമീറ്റേഴ്സ് എടുക്കും. ഒരു കൺസ്ട്രക്ടറിൽ 5 പാരാമീറ്റർ ആണ് എടുക്കണമെങ്കിൽ വേറൊരു കൺസ്ട്രക്ടറിൽ 6 പാരാമീറ്റേഴ്സ് വരെ എടുക്കാൻ പറ്റും. ഈ കൺസ്ട്രക്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ SRC എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. ഇതൊരു കമ്പോണൻറ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഈവൻറ്റ് ഒറിജിനേറ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ID എന്നാണ്. ID പാരാമീറ്ററിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈവൻറ്റ് ടൈപ്പ് എന്ത് ടൈപ്പ് ഈവൻ്റ് ആണെന്നുള്ളത് ഇൻറ്റീജർ വാല്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പിന്നെ വരുന്നത് വെൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്ററാണ്. ഈ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ഈവൻറ്റ് എപ്പോഴാണ് ഒക്കർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ആ ഒരു സ്പെസിഫിക് ടൈം ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഒരു പാരാമീറ്റർ ലോങ് ഇൻറ്റീജർ ടൈപ്പ് പാരാമീറ്റർ ആണ്. പിന്നെ വരുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ മോഡിഫയർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. അതായത് നമ്മളുടെ ഇപ്പോൾ മോഡിഫയർ കീസ് ഏതെങ്കിലും ഈ ഒരു ഈവൻറ്റിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ സ്പെസിഫൈ ചെയ്യും ഏത് മോഡിഫയർ കീ ആണ് പ്രസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. മോഡിഫയർ കീ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓൾട്ട് കൺട്രോൾ കീസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് കീ കോഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ കോഡാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കീസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റീജർ കോഡായിരിക്കും അവിടെ പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ VK_0 to VK_9 അതേപോലെ VK_A to VK_Z വരെയുള്ള കുറച്ച് കോൺസ്റ്റന്റ് റേഞ്ച് പറഞ്ഞല്ലോ, അതിലെന്ത് വാല്യൂ ആണെങ്കിലും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് കീക്യാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഈവൻറ്റ് വഴി ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു പാരാമീറ്ററിൽ ഉണ്ടാവുക. ഈ ഈവൻറ്റിലുള്ള കുറച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരം സ്ട്രിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ മുന്നത്തെ ഈവൻറ്റുകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സെയിം പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം എടുത്ത് പറയുന്നില്ല. പിന്നെ വരുന്നത് ഈ ആക്ഷൻ കീ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ കീ ആണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ട്രൂ എന്നും പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ ആക്ഷൻ കീ അല്ല ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫാൾസ് എന്നും പറഞ്ഞിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. ആക്ഷൻ കീ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ കീബോർഡിലെ F1 തൊട്ടിട്ട് F12 വരെയുള്ള കീസിനെയാണ് ആക്ഷൻ കീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്.
അടുത്തതായിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് കീ കോഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇത് റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്തിട്ടുള്ള കീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഇത് നമ്മളുടെ ആ ഒരു കോൺസ്റ്റൻറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് ഒട്ടുമിക്കപ്പോഴും പ്രസൻ്റ് ആയിട്ട് വരിക. അതായത് ഇപ്പോൾ നമ്മൾ കീബോർഡിൽ 0 എന്ന് പറയുന്ന ഒരു കീ ആണ് പ്രസ് ചെയ്തിട്ടുള്ളെങ്കിൽ VK_0 എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. ഫൈനലി വരുന്നത് സെറ്റ് കീ കോഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമുക്കൊരു കീ കോഡ് പാസ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ പർപ്പസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള കീ കോഡ് വാല്യൂ മാറ്റിയിട്ട് നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ ഏതെങ്കിലും ഒരു ഫിസിക്കൽ കീ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മൗസ് ഈവൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു കമ്പോണൻറ്റിൻ്റെ അകത്ത് മൗസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്താലാണ് ഒരു മൗസ് ഈവൻറ്റ് ജനറേറ്റ് ആവുന്നത്. മൗസ് ഈവൻറ്റ്സ് രണ്ടായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒന്ന് മൗസിൻ്റെ മോഷൻ ഈവൻറ്റും അല്ലാത്തത് നോർമൽ മൗസ് ഈവൻ്റായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ നോർമൽ മൗസ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൗസിൻ്റെ ബട്ടൺസ് പ്രസ് ചെയ്ത് പിടിക്കുക, റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മൾ മൗസ് എൻ്റർ ചെയ്യുക അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ മൗസ് ഈവൻ്റ് ജനറേറ്റ് ആവും. പിന്നെ വരുന്നത് മൗസ് മോഷൻ ഈവൻറ്റ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ അകത്ത് മൗസ് മൂവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിലോ ആണ് ജനറേറ്റ് ആവുന്നത്. മൗസ് ഈവൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ള കുറച്ച് ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് മൗസ് ക്ലിക്ഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മൗസിൻ്റെ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അപ്പം തന്നെ റിലീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നോർമലി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഈവൻ്റ് ട്രിഗർ ആവുന്നത്. രണ്ടാമത് വരുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മൗസ് എൻറ്റേർഡ് എന്നും പറഞ്ഞിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൗസിൻ്റെ കേഴ്സർ ഒരു കമ്പോണൻറ്റിൻ്റെ ഏരിയയിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് ഒക്കർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് മൗസ് പ്രസ്ഡ് എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൗസിൻ്റെ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിലാണ് ഈ ഒരു കോൺസ്റ്റൻ്റ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് മൗസ് റിലീസ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രസ് ചെയ്ത് പിടിച്ചിട്ടുള്ള മൗസ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യുന്നത്. ഫൈനലി വരുന്നതെന്ന് പറഞ്ഞാൽ മൗസ് ഡ്രാഗ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൗസ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴാണ് ഈവൻറ്റ് ജനറേറ്റ് ആയി വരുന്നത്. ഇനി മൗസ് ഈവൻറ്റിൻ്റെ അകത്തുള്ള കുറച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിലും പാരം സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ മുന്നത്തെ ഈവൻറ്റ്സിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈവൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണിത്. അടുത്തതായിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് എന്ത് ടൈപ്പ് ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ മൗസ് ആക്ച്വലി ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു 2D ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിലാണ്. അതായത് നമ്മൾ സാധാരണ ഡിസ്പ്ലേയിൽ ഒരു XY കോർഡിനേറ്റ്സേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈവൻറ്റ് ട്രിഗർ ആയ സമയത്ത് കമ്പോണൻറ്റുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള X കോർഡിനേറ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് ഗെറ്റ് Y എന്നും പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു Y കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ് ഇൻറ്റീജർ ടൈപ്പായിട്ട് ഈ ഒരു ഗെറ്റ് Y എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് ക്ലിക്ക് കൗണ്ട് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇത് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ഈവൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എത്ര നമ്പർ ഓഫ് ക്ലിക്സ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു വാല്യൂ ആണ് ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് പോയിന്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് 2 പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. ഒന്നാമത്തെ പാരാമീറ്ററിൻ്റെ പേര് X, രണ്ടാമത്തെ പാരാമീറ്ററിൻ്റെ പേര് Y. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതായത് നമ്മളുടെ കേഴ്സറിൻ്റെ XY കോർഡിനേറ്റ്സ് നമുക്ക് കുറച്ചുകൂടിയും XY പോയിന്റ് വെച്ചിട്ട് അത് ആഡ് ചെയ്ത് പുതിയൊരു പൊസിഷനിലേക്ക് റീപൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക്
ടെക്സ്റ്റ് ഈവൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് ഒരു ടെക്സ്റ്റ് ഈവൻറ്റ് ജനറേറ്റ് ആവുന്നത്. ആകപ്പാട് ഈ ഒരു ഈവൻറ്റിന് ഒരേ ഒരു കോൺസ്റ്റൻ്റ് ഉള്ളൂ, അതിൻ്റെ പേര് ടെക്സ്റ്റ് വാല്യൂ ചേഞ്ച്ഡ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന് ആകപ്പാട് ഒരേ ഒരു കൺസ്ട്രക്ടറേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 2 പാരാമീറ്റേഴ്സ് ആണ്. ഒന്ന് SRC എന്നുള്ളതും പിന്നീടുള്ളത് ID എന്നുള്ള 2 പാരാമീറ്റേഴ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യണുള്ളൂ. SRC എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കമ്പോണന്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മളുടെ ഈ ഒരു ഈവന്റ് ട്രിഗർ ആവാൻ കാരണമായിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും SRC എന്ന് ഉള്ള ആ പാരാമീറ്ററിൽ ഉണ്ടാവുക. അതുപോലെ ID എന്ന് പറയുന്നത് നമ്മളുടെ ഈവന്റിന്റെ എന്ത് ടൈപ്പ് ഈവന്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID എന്നുള്ള പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഈവന്റിന് ആകപ്പാട് ഒരേ ഒരു മെത്തേഡ് ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരം സ്ട്രിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. അതിനാണെങ്കിൽ നമ്മളുടെ ആ ഒരു യൂഷ്വലി എല്ലാ ഈവന്റ്സിലും എന്താണോ ചെയ്യണ ആ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെയും ആ ഒരു മെത്തേഡ് ഉള്ളത്. അടുത്തതായിട്ട് വിൻഡോ ഈവന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു വിൻഡോ ഈവന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിന്റെ വിൻഡോ, അതായത് GUI പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വിൻഡോ ഉണ്ടാവുമല്ലോ. ആ ഒരു വിൻഡോയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ വരുവാണെങ്കിലാണ് ഒരു വിൻഡോ ഈവന്റ് ജനറേറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് ആവാൻ പോകുന്ന ഒരു സിറ്റുവേഷനോ അതല്ല എങ്കിൽ മിനിമൈസ് ചെയ്യുകയോ മാക്സിമൈസ് ചെയ്യുകയോ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് കൂടുതലും വിൻഡോ ഈവന്റ് ജനറേറ്റ് ചെയ്യണത്. ഇനി വിൻഡോ ഈവന്റിലുള്ള കുറച്ച് കോൺസ്റ്റൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് വിൻഡോ ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ഈവന്റ് ഒക്കർ ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിൻഡോ സെലക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലാണ് വിൻഡോ ആക്ടിവേറ്റ് ആവുന്നത്. അടുത്തതായിട്ട് വരുന്നത് വിൻഡോ ഓപ്പൺഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിൻഡോ വിസിബിൾ മോഡിൽ എത്തുമ്പോഴാണ് ഈ ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നത്. അതുപോലെ വിൻഡോ ക്ലോസ്ഡ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് ആ ഒരു മൊമെന്റിലാണ് ഈ ഒരു വിൻഡോ ക്ലോസ്ഡ് എന്ന് പറയുന്ന ഈവന്റ് ഒക്കർ ആവുന്നത്. അടുത്തത് വരുന്നത് വിൻഡോ ഐക്കണിഫൈഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിൻഡോ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ മിനിമൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലാണ് ഒക്കർ ആവുന്നത്. അതുപോലെ തന്നെ വിൻഡോ ഡി ഐക്കണിഫൈഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു വിൻഡോനെ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നത്. വിൻഡോ ഈവന്റ് ക്ലാസ്സിന് ആകപ്പാട് ഒരേ ഒരു കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് SRC എന്നും പറഞ്ഞിട്ട് ഒരു പാരാമീറ്ററും അതുപോലെ ID എന്നും പറഞ്ഞിട്ട് വേറൊരു പാരാമീറ്ററും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 2 പാരാമീറ്റേഴ്സാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ SRC എന്ന് പറയുന്നത് ഈ ഒരു ഈവന്റ് ഒറിജിനേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള വിൻഡോ ഒബ്ജക്റ്റ് ആയിരിക്കും അവിടെ പ്രസൻ്റ് ആയിട്ട് വരിക. അതുപോലെ ID ആസ് യൂഷ്വൽ എന്ത് ടൈപ്പ് ഈവൻ്റ് ആണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിൻഡോ ഈവൻറ്റിന് ആകപ്പാടെ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് വിൻഡോ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ഈവന്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള വിൻഡോ ഒബ്ജക്റ്റിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യണത്. അടുത്തതായിട്ട് നമുക്ക് ഈവന്റ് ലിസണറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഇത് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈവന്റ് ലിസണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബട്ടൺ ആവാം, അതല്ലെങ്കിൽ ചെക്ക് ബോക്സ് ആവാം, വിൻഡോ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ ഒരു സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈവന്റ് ലിസണർ പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ലിസണേഴ്സ് ആ രജിസ്റ്റർ ചെയ്ത സോഴ്സ് ത്രൂ എന്തെങ്കിലും ഒരു ഈവന്റ് ഒക്കറായാൽ ഈ ഒരു ലിസണേഴ്സ് ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യും. ഈവന്റ് ലിസണേഴ്സിൻ്റെ പർപ്പസ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിസണറിനെ ബാധിക്കുന്ന ഒരു ഈവന്റ് നടന്നാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ അത് പോസിബിൾ ആക്കുന്ന വർക്കാണ് ഈവന്റ് ലിസണർ ചെയ്യുന്നത്. ജാവയിൽ അതുകൊണ്ട് നമുക്ക് ബിൽട്ടിനായിട്ട് ഒരുപാട് ഈവന്റ് ലിസണേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഇൻ്റർഫേസും അവൈലബിൾ ആണ്. ഇതെല്ലാം ജാവയുടെ AWT.event എന്ന് പറയുന്ന പാക്കേജിൻ്റെ അകത്താണ് ഉള്ളത്. പല ടൈപ്പ് ഈവൻറ്റിന് പല ടൈപ്പ് ലിസണർ ഇൻ്റർഫേസസ് ആണ് വരുന്നത്. നമ്മളുടെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഈവൻറ്റ് ലിസണർ ഇൻ്റർഫേസും അതുപോലെ അതിൻ്റെ അകത്തുള്ള കുറച്ച് മെത്തേഡ്സുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്.
ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർഫേസിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സും നമുക്ക് പ്രിറ്റി മച്ച് അത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആ ഒരു പേര് വായിക്കുമ്പോൾ തന്നെ അതെന്തിനു വേണ്ടിയിട്ടാണ് സെർവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോഴാണ് ആ ഒരു ലിസ്ണർ നോട്ടിഫൈഡ് ആവുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻ്റർഫേസ് മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്ഷൻ പെർഫോംഡ് എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു മെത്തേഡിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ട്രിഗർ ആവുന്നത് എന്തെങ്കിലും നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ലിസ്ണേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വേറൊരു ലിസ്ണർ എന്ന് പറയുമ്പോൾ കീ ലിസ്ണർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇൻ്റർഫേസ് മെത്തേഡുകൾ നോക്കുവാണെങ്കിൽ കീ പ്രസ്ഡ് ഉണ്ട്, റിലീസ്ഡ് ഉണ്ട്, പിന്നെ കീ ടൈപ്ഡ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ 3 കീ ഈവൻറ്റ് ലിസ്ണേഴ്സിന് പറ്റിയിട്ടുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇതും ഈ പറഞ്ഞ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതായത് നമ്മൾ ഒരു കീ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അന്നേരം കീ പ്രസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർഫേസ് മെത്തേഡ് ട്രിഗർ ആവും. അതിൻ്റെ അകത്ത് അപ്പം നമുക്ക് ഒരു കീ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കോഡിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കീ പ്രസ് ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് ആ ഒരു കോഡ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. സിമിലർലി കീ റിലീസ്ഡിനും അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു പ്രസ് ചെയ്ത് പിടിച്ചാൽ കീ റിലീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസ് മെത്തേഡിൻ്റെ അകത്ത് അത് സ്പെസിഫൈ ചെയ്താൽ മതിയാവും. പിന്നെ വരുന്നത് ഐറ്റം ലിസ്ണർ എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്ത് നമുക്ക് ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച്ഡ് എന്നും പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ് മെത്തേഡ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചെക്ക് ബോക്സിലോ അല്ലെങ്കിൽ ജെ ലിസ്റ്റിലുള്ള എന്തെങ്കിലും ഐറ്റം ചെക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അൺചെക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് ട്രിഗർ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എന്തെങ്കിലും അൺചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കണം എങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് അത് സ്പെസിഫൈ ചെയ്താൽ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഏകദേശം 9 ലിസ്ണേഴ്സിൻ്റെ പല ഇൻ്റർഫേസ് മെത്തേഡ്സും പറയുന്നുണ്ട്. എല്ലാം പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് എല്ലാത്തിൽ നിന്നും ഒരു 2-3 വെച്ചൊക്കെ പഠിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു 15 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ കോഡിങ് അറിയാവുന്നവർ ഇതെന്തായാലും മര്യാദയ്ക്ക് പഠിച്ച് പോവുകയാണെങ്കിൽ 15 മാർക്സിന് വരുമ്പോൾ ഇതൊക്കെ മര്യാദയ്ക്ക് എഴുതി ഒരു പ്രോഗ്രാമൊക്കെ ചെറിയത് എന്തെങ്കിലും എഴുതാൻ പറ്റുവാണെങ്കിൽ ആ ഒരു 15 മാർക്സിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെക്യൂർ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ ഈവൻറ്റ് ലിസ്ണറും അതിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ലിസ്ണർ സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്യണതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിസ്ണർ വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു ഈവൻറ്റ് സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ലിസ്ണറിന് എന്തെങ്കിലും ഒരു ഈവൻറ്റ് നടക്കുമ്പോൾ നോട്ടിഫൈഡ് ആവത്തുള്ളൂ. ഒരു സോഴ്സുമായിട്ട് ലിസ്ണറിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആഡ് മെത്തേഡ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലിസ്ണേഴ്സിനും ഈ ഒരു ആഡ് മെത്തേഡിൻ്റെ സിൻടാക്സ് സെയിം തന്നെയായിരിക്കും. ജനറലായിട്ട് നമുക്ക് ഈ ഒരു ആഡ് മെത്തേഡിൻ്റെ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ പബ്ലിക് വോയിഡ് ആഡ് ടൈപ്പ് ലിസ്ണർ എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇതിൽ ആകെപ്പാടൊരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ആഡ് ടൈപ്പ് ലിസ്ണറിൽ ആ ടൈപ്പ് മാറിയിട്ട് നമുക്ക് ഏത് ഈവൻ്റ് ആണോ ലിസൺ ചെയ്യേണ്ടത് ആ ഒരു ഈവൻറ്റിൻ്റെ പേര് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ ഒരു മൗസിൻ്റെ മോഷൻ ട്രാക്ക് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു മൗസ് മോഷൻ്റെ ലിസണറിനെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആഡ് മൗസ് മോഷൻ ലിസണർ എന്നായിരിക്കും. അതായത് നമ്മൾ ആ ഒരു ജനറൽ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആഡ് ടൈപ്പ് ലിസണറിൻ്റെ അവിടെ ഉള്ള ടൈപ്പ് മാറ്റിയിട്ട് എന്ത് ഈവൻ്റ് ആണോ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ ഇവിടെ നമുക്ക് മൗസിൻ്റെ മോഷനാണ് ട്രാക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് മെത്തേഡിൻ്റെ പേര് നമ്മൾ എഴുതുന്നത് ആഡ് മൗസ് മോഷൻ ലിസണർ എന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആഡ് മെത്തേഡ് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് പാരാമീറ്ററായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ലിസണറാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സാമ്പിളിൽ അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ലിസണറിൻ്റെ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് മൗസ് മോഷൻ ലിസണർ എന്നായിരിക്കും. അതായത് മൗസ് മോഷൻ ലിസണറിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മെത്തേഡിൽ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഒബ്ജക്റ്റ്.
ടെക്സ്റ്റിനകത്ത് ഏകദേശം 13ഓളം മെത്തേഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ കുറച്ച് മെത്തേഡ് ഒരു ലിസണർ ആഡ് ചെയ്യാനും അതുപോലെ കുറച്ച് മെത്തേഡ്സ് ലിസണേഴ്സിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 6 എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് പഠിക്കാൻ അത്രയ്ക്ക് പാടെന്ന് പറയാനില്ല, കാരണം ആ ഒരു ടൈപ്പ് എന്നുള്ള കീവേഡ് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് ലിസണറാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു നെയിം റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആ ഒബ്ജക്റ്റിൻ്റെ കേസിൽ പാരാമീറ്ററിൽ പാസ് ചെയ്ത് കൊടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അവിടെ ടൈപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഈവൻ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഈവൻറ്റിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നെയിംസ് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മെത്തേഡിൻ്റെ പർപ്പസ് ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആ ഒരു നെയിംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഡ് വിൻഡോ ലിസണർ എന്ന് പറയുമ്പോൾ ആ ഒരു വിൻഡോ ലിസണർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്നുള്ളതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതോടെ നമ്മളുടെ 4th മൊഡ്യൂളിൽ ഈവൻ്റ് ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു പാർട്ടിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സ്വിങ്ങിൻ്റെ ആർക്കിടെക്ചർ, സ്വിങ്ങിൻ്റെ അകത്തുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം.